ഇന്നൊരു കുമ്പളങ്ങ പാൽക്കറി ഉണ്ടല്ലോ. അതിന് ഇതാ കുമ്പളങ്ങ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര ചെറുതല്ല, അത്യാവശ്യം ചെറുതാണ്. എന്താ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില ഇത്ര ഞാൻ ഇതിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തേങ്ങ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. 1 പാലും 2 പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് പാന് ചൂടാക്കാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണല്ലോ അതിൻ്റെ ടേസ്റ്റ്. ഇതൊരു അങ്കമാലി മാങ്ങാക്കറിയൊക്കെ ആ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ കുക്കറിൽ ആക്കാൻ പെട്ടെന്ന്. ഇതായിരിക്കും ഫുൾ ടേസ്റ്റ്. ആദ്യം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് ചൂടായി ഇതൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുക്കറിൽ പെട്ടെന്ന് ആക്കിയെടുക്കാം. ഇനി നമ്മൾ കുമ്പളങ്ങ, സവോളയും പച്ചമുളകും ഒക്കെ കൂടി കുക്കറിലിട്ട് വേവിച്ചിട്ട് 2 പാലൊഴിച്ച് തിളപ്പിച്ച് 1 പാലൊഴിച്ച് അങ്ങനെ, അല്ലെങ്കിൽ 2 പാലൊഴിച്ച് വേവിച്ച് അങ്ങനെ എടുക്കാം വേഗം. പക്ഷെ അതിലും ടേസ്റ്റ് ഇങ്ങനെയാണ്. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കറിക്ക് ആവശ്യമുള്ള ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്കേതെങ്കിലും കുമ്പളങ്ങ അതിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്കിനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ടുണ്ട്, അതുകൊണ്ട് അധികം എരിവ് കൂടെ വേണ്ടാത്തതുകൊണ്ട് അധികം ഇടുന്നുള്ളൂ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ടാം. പിന്നെ മല്ലിപ്പൊടിയാണ്, അത് കുറച്ചധികം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് 2 പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 പാൽ കറി എന്തോരം വെള്ളം വേണമെന്നനുസരിച്ച് വെള്ളമാക്കിയിട്ട് ചേർക്കാം. ഇതിപ്പോൾ 1 മുറി തേങ്ങ ഞാൻ എടുത്തതാണ്, അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങയാണ്. ഇതിൽ വേവട്ടെ. ഒന്നാമത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ടല്ലോ കുമ്പളങ്ങയും ഇതൊക്കെ. അപ്പോൾ സവോളയൊക്കെ അപ്പം തന്നെ ആയിട്ടുണ്ടാവും. പിന്നെ കുമ്പളങ്ങയുടെ വേവനുസരിച്ച് കുമ്പളങ്ങ വെന്ത് കിട്ടേണ്ട ഒരു ഇല്ല. അപ്പം ഇതിങ്ങനെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് 1 പാൽ ചേർത്ത് കൊടുക്കുക. അതിൽ അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്നിട്ട് ഇളക്കിയൊക്കെ കൊടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ തേങ്ങ തിരുമ്മിയിട്ട് നമുക്ക് പാലെടുക്കാൻ ചെറിയ ചൂടുവെള്ളത്തിൽ പാലെടുത്താൽ പെട്ടെന്ന് കിട്ടും. വെന്തിട്ടുണ്ട് കേട്ടോ. അതാ കുമ്പളങ്ങ വേഗം വെന്ത്, കാരണം നമ്മൾ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റിയതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് വേഗം. അത് ഞാൻ പറഞ്ഞത്, കുക്കറിൽ ഇങ്ങനെ ആക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് കിട്ടണമെന്നില്ല. നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ വഴറ്റിയ ആ ഒരു ഇത് ആക്കിയെടുത്തല്ല, അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഇതിന് കിട്ടും. അതാകുമ്പോൾ നമുക്ക് വേഗം ആക്കാമെന്നുള്ളൂ. പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ കറികൾ ഇഷ്ടമാണെന്നുള്ളവർക്ക് അതും ഇഷ്ടമാവും. ഇപ്പോൾ തിളയ്ക്കുമ്പോൾ ഒക്കെ നല്ല മണമാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഇനി ആദ്യത്തെ എടുത്ത ഫസ്റ്റ് പാൽ നമുക്ക് ഒഴിച്ച് വെക്കാം. അത് പിന്നെ തിളയ്ക്കണ്ടല്ലോ. ഇത് നന്നായിട്ട് കുമ്പളങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഓട്ടയേണ്ട ആവശ്യമില്ല. എന്നതാ ഓടയണ പോലെ എന്താ ഇച്ചിരണ്ട മനസ്സിലാവുണ്ടോയെന്നറിയില്ല. നല്ലപോലെ വെന്തിട്ടുണ്ട്. താന്നു പോകുന്നുണ്ട് ഉടനെ. അതിന് നമുക്കിതിൽ 1 പാൽ ചേർക്കാം. ഞാനിതിൽ 1 പാൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അധികം എത്രയാണോ വല്ലാണ്ട് വെള്ളമാക്കുന്നില്ല. കുറച്ചും കൂടി വെള്ളമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാലതിനനുസരിച്ച് എടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പാലായി തിക്കായിട്ട് കിട്ടും. മിക്സിയിൽ വന്നിട്ട് അടിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എടുത്തിട്ട് ഞാൻ ഒന്ന് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് സെക്കൻഡ് പാൽ, 2ാമത്തെ പാലെടുത്തത്. അത് തേങ്ങാപ്പാൽ ഫസ്റ്റ് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളക്കേണ്ടെന്നല്ലേ. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്താൽ കുമ്പളങ്ങ പാൽക്കറി റെഡിയായിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ആക്കി നോക്കാത്തവർ ഒന്നാക്കി നോക്കുക. ഇതൊന്ന് കുറച്ചും കൂടി കുറുകും കേട്ടോ. അതിങ്ങനെ വെള്ളം, ഇവിടെയൊക്കെ പിള്ളേരൊന്നും കഷ്ണമൊന്നും കഴിക്കില്ല, ഇതിങ്ങനെ ഊറ്റി കഴിക്കും. അപ്പോൾ പിന്നെ നമ്മളധികം വറ്റിച്ചിട്ടും കാര്യമില്ല. എടുക്കാനാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി വെള്ളവും പറ്റും. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് കമൻ്റ് ഇടണം. കമൻ്റൊക്കെ ഭയങ്കര കുറവ് അറിയുന്നവർ മാത്രമേ ഇടുന്നുള്ളൂ.
അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കറി ജസ്റ്റ് ഒന്ന് തിളച്ചിങ്ങനെ വന്നു, വല്ലാണ്ട് തിളപ്പിക്കണ്ടല്ലോ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിക്ക് പിന്നെയും പറയുമ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.